ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. എന്നും ഒരുപോലെ പായസം കഴിച്ച് മടുത്തിട്ടുണ്ടാകും. ഇത് ചവ്വരി കൊണ്ടുണ്ടാക്കിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഈ വിഷുവൊക്കെ വന്ന് എത്താറായിപ്പോയി. വിഷുവിന് മാത്രമല്ല ഏത് സ്പെഷ്യൽ ഡേയ്സിനും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു രുചിയുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടി തരിക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ 150 ഗ്രാമോളം ചവ്വരി എടുത്തിട്ടുണ്ട്. അത് 2-3 വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുള്ളതാണിത്. അത് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് 1 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇത് കുതിർത്ത് വയ്ക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് അടച്ച് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ 1 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ള ചവ്വരിയാണിത്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചവ്വരി. പിന്നെ വേണ്ടുന്നത് ഒരു തേങ്ങയുടെ പകുതി ആണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു മുറി തേങ്ങ അത് ചിരകി എടുത്ത് അത് 2 പ്രാവശ്യം 2 കപ്പ് വെള്ളത്തിൽ മിക്സിയിൽ അടിച്ചെടുത്ത് പാലാണിത്. 1/2 പാൽ 2 പാൽ അങ്ങനെ എടുത്തിട്ടില്ലേ. അവസാനം പശുവും പാൽ ചേർക്കുന്നുണ്ട്. അതാണ്. നിങ്ങൾക്ക് പച്ചവെള്ളത്തിൽ വേണമെങ്കിൽ ഈ ചവ്വരി വേവിച്ചെടുക്കാവുന്നതാണ്. ഈ തേങ്ങാപ്പാലിലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അങ്ങനെയാണ് തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്നത്. നമുക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. പിന്നെ വേണ്ടുന്നത് ഒരു 200 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതൊന്ന് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഉരുകാനായിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ആ സമയത്ത് നമ്മൾ വെച്ച തേങ്ങാപ്പാൽ തിളയ്ക്കാറായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചവെള്ളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും വേവിക്കാം. ആ ചവ്വരി ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തോടെ തന്നെ ഇട്ട് കൊടുക്കാം. 1 കപ്പ് കുതിർക്കാനായിട്ട് ഒഴിച്ചിരുന്നല്ലോ, ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മൂട്ടിപ്പിടിക്കും. ചവ്വരിയൊക്കെ വെന്ത് ഒന്ന് സോഫ്റ്റായി ട്രാൻസ്പെറൻ്റായിട്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ആ ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ട്രാൻസ്പെറൻ്റായിട്ട് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചവ്വരി വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ചേർക്കാവൂ. ശർക്കര നമുക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം. അതിൽ കല്ലുമണ്ണൊക്കെ കാണും, അതുകൊണ്ടാണ് അരിച്ചൊഴിച്ച് കൊടുക്കാൻ പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ചവ്വരിയിൽ നമ്മൾ ശർക്കരയൊക്കെ പിടിച്ച് മധുരമൊക്കെ പിടിച്ച് ഒന്ന് കുറുകി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ വിഷുവിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതായത് നമ്മളെ ശർക്കരയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പാണ് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതുവരെ നെയ്യൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി അവസാനം നെയ്യിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്ത് ചേർക്കുന്നുണ്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടെ. ഇപ്പോൾ ഈ 1 ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് 5-6 ഏലക്ക പൊടിച്ചതാണിത്. ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്താണ് പൊടിച്ചത്. പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിക്കുമ്പോൾ. നമ്മളെ ശർക്കരയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. നമ്മളെ ചവ്വരിയൊക്കെ വെന്ത് മധുരമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പശുവും പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1.5 ഗ്ലാസ്സോളം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം 1 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി നോക്കുക. ഇത് തണുക്കുമ്പം നമ്മൾ ചവ്വരി പായസം ആയതുകൊണ്ട് കുറുകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് അര ഗ്ലാസ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതനുസരിച്ച് നിങ്ങൾ പാല് ചേർത്ത് കൊടുക്കുക. നമ്മളെ ചൗവരിയൊക്കെ ഇതാ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ല മുത്ത് പോലെ തിളങ്ങുന്നുണ്ട്. ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒരു ടീസ്പൂൺ നെയ്യിൽ വറുത്ത് ഇട്ടതാണിത്. നമ്മുടെ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഈ വിഷുവിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും ഹാപ്പി വിഷു. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അഡ്വാൻസ് ഹാപ്പി വിഷു എല്ലാവർക്കും.